ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടിൽജസ് വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് വാത് സംകാൻ എന്ന് പറഞ്ഞ ഈ ടെമ്പിളിലാണ് കേട്ടോ. ഇത് ഡ്രാഗൺ ഫോമിലുള്ള ഒരു ടെമ്പിളാണ്. 17 നിലയുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ നേർച്ചയുടെ ഭാഗമായിട്ട്, അതായത് ഇവിടുത്തെ ഈ അമ്പലം ഫാമിലി ഇതിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു ഹാർമണി ഇങ്ങനെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇവർ നേർച്ചയായിട്ട് നമുക്ക് അവിടെ ചെയ്യാൻ പറഞ്ഞ് നമ്മളത് അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ പേര് 4 പേരുടെയും പേര് എഴുതി 4 സംഭവങ്ങളെല്ലാം കിട്ടി. എല്ലാവർക്കും ഈ പൂച്ചെണ്ട് കിട്ടി, അത് വെക്കേണ്ടടുത്ത് വെക്കാൻ പറഞ്ഞുകൊണ്ടൊക്കെ നമുക്ക് തരുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത്. ഈ ടെമ്പിളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഡ്രാഗണിൻ്റെ തലയാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. ആൻഡ് ഇവിടുത്തെ വിശ്വാസം എന്ന് പറയുന്നത്, നമ്മൾ ഇത് കണ്ടില്ലേ 17 നിലകളെല്ലാം ആണ് ഉള്ളത്. അതായത് 17ാമത്തെ നിലയിലാണ് ഈ പറഞ്ഞ ഡ്രാഗൻ്റെ തല. അപ്പം ഇവരുടെ വിശ്വാസം അനുസരിച്ച് ഇത് നമ്മൾ ഇതെല്ലാം കയറി പോകുമ്പോൾ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ആത്മാവിനെയും ശുദ്ധീകരിക്കുക എന്നാണ് ഇത് പറയുന്നത്. അവർ തരുന്ന എന്തോ ഒരു പ്രാർത്ഥനയാണ് അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ 14ാമത്തെ നിലയിൽ ചെന്ന് അവിടെ തൊട്ടാണ് ഇത് ശരിക്കും സംഭവങ്ങളൊക്കെ നല്ല വ്യൂവും പിന്നെ ഇതിന് എന്തൊക്കെയോ പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഈ കാണുന്നതാണ് ഡ്രാഗൻ്റെ തല. നമുക്കത് താഴത്തുനിന്ന് ശരിക്കും അങ്ങനെ കാണാൻ പറ്റില്ല, നമ്മൾ അകലെ പോയി നിന്ന് വേണം ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ. ബട്ട് നമ്മളങ്ങനെ അവിടെ നിന്ന് കയറി നമ്മൾ ആദ്യം 15ാമത്തെയും 16ാമത്തെയും പിന്നെ ദേ കാണുന്ന 17ാമത്തെയാണ് ആ ഡ്രാഗൻ്റെ തലയുടെ തൊട്ട് താഴെയുള്ളത് കേട്ടോ. അതാണ് 17ാമത്തെ നില. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ്. അവർ പറഞ്ഞതനുസരിച്ച് അവിടെ നമ്മൾ ആ പൂമാലയൊക്കെ അവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്. കണ്ടില്ലേ, അവിടെയാണ് നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ അങ്ങനെ അതെല്ലാം വെച്ച് പിന്നെ ഒരു റെഡ് റിബൺ ഞാൻ പേരൊക്കെ എഴുതിയത് കണ്ടില്ലേ, അവിടെ ആ ഡ്രാഗൻ്റെ മീശയുടെ അവിടെയാണ് അത് കെട്ടി വെക്കുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂവും ഭയങ്കര രസമാണ്. പല രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകളുണ്ടെന്നും കാണിച്ചുകൊണ്ടാണ് അവർ ഈ പല ഫ്ലാഗുകളും വെച്ചേക്കുന്നത്. നമ്മൾ ഭയങ്കര വിശ്വാസത്തോടെയൊന്നല്ല ചെയ്തെങ്കിലും ലൈക്ക് നമ്മൾ ആ ഒരു ട്രഡീഷനെയും കൾച്ചറിനെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്ത് നമ്മളത് ചെയ്തെന്നേ ഉള്ളൂ. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞത് നമ്മൾ ടണലിലേക്കൂടെ തിരിച്ച് താഴത്തോട്ട് പോവാണ്. അപ്പം ഇവിടെ ഈ ടണൽ വെച്ച് ഇങ്ങനെ പണിത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ, 14ാമത്തെ നില. അങ്ങനെ നമ്മളെല്ലാ നിലയും 17 നിലയും നമ്മൾ ഇതുപോലെ ടണലിലേക്കൂടെ പോവാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ടെമ്പിളാണ്. നിങ്ങൾക്ക് സമയം കിട്ടിയാൽ തീർച്ചയായിട്ടും നിങ്ങളിത് വിസിറ്റ് ചെയ്യണം. വാത് സംപ്രാൻ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ.